പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇലക്ഷനാണ് ഏപ്രിൽ 6-ാം തീയതി എന്ന് എല്ലാവർക്കും അറിയാം. അതിന് മുന്നോടിയായിട്ട് അവസാന ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിരവധി ആനുകൂല്യങ്ങളാണ് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്. അത് സംബന്ധമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അവസാന ബജറ്റ് ഗംഭീരമാക്കുകയുണ്ടായി. വൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. അതിൽ ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 1600 രൂപയാക്കി. വിഷു പ്രമാണിച്ച് അത് അടുത്ത മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് പറയുന്നു. വിഷു അല്ല, ഇലക്ഷൻ പ്രമാണിച്ചാണ് വിതരണം നടക്കുന്നത് എന്ന് ഞാൻ പറയും. വിവാഹ ധനസഹായമായിട്ട് ഉണ്ടായിരുന്ന 5000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കി. പ്രസവാനുകൂല്യം 5000 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കി. പ്രത്യേക ചികിത്സാ സഹായം 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയാക്കി. സാധാരണ ചികിത്സാ സഹായം 3000 രൂപയിൽ നിന്ന് 5000 രൂപയാക്കി. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഭക്ഷ്യകിറ്റും ഏപ്രിൽ മാസം വിഷുവിനോട് മുൻപായിട്ട് നൽകുന്നുണ്ട്. ഇത്രയും പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ ധനസഹായങ്ങളൊക്കെ വിവിധ ക്ഷേമ പദ്ധതികളിൽ അംഗമായിട്ടുള്ളവർക്ക് മാത്രമാണ് ലഭിക്കുക. പെൻഷനും ഭക്ഷ്യകിറ്റും ഒഴികെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ധനസഹായങ്ങളൊക്കെ. കൂടാതെ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 10 കിലോ സ്പെഷ്യൽ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു 5100 രൂപ എന്ന് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും. അത് ലഭിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനും ഒരുമിച്ച് ലഭിക്കുന്ന ആളുകൾക്കാണ് 5100 രൂപ ലഭിക്കുക. പെൻഷൻ മാത്രം ലഭിക്കുന്ന ആളുകൾക്ക് 3100 രൂപയായിരിക്കും ലഭിക്കുക. സമ്മാൻ നിധിയുടെ ഈ ഒരു ഗഡു 2000 രൂപയും ഈ ഒരു മാർച്ച് മാസത്തിലാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാർച്ച് മാസത്തെ പെൻഷൻ 1500 രൂപയും ഏപ്രിൽ മാസത്തെ പെൻഷൻ 1600 രൂപയും ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ മൊത്തം 5100 രൂപ ഇതിൽ രണ്ടിലും അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കും. പെൻഷൻ മാത്രം കിട്ടുന്നവർക്ക് 3100 രൂപയും ലഭിക്കും. കൂടാതെ മാർച്ച് മാസത്തിൽ ഭക്ഷ്യക്കിറ്റ് ഇപ്പോൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, ഏപ്രിൽ മാസത്തിൽ ഭക്ഷ്യക്കിറ്റ് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ഭക്ഷ്യക്കിറ്റാണ് ലഭിക്കുന്നത്. ആദ്യം 1000 രൂപയുടെ വലിയ ഭക്ഷ്യക്കിറ്റ് നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ ഒരു ഭക്ഷ്യക്കിറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അധികം ആളുകളുടെ കയ്യിലും ലഭിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലെ സാധനങ്ങളൊന്ന് കുറച്ചിട്ടുണ്ട്. ഉള്ള സാധനത്തിൽ കുറച്ച് സാധനങ്ങൾ കൂടി അധികമായി വെച്ചിട്ടാണ് ഈ ഒരു ഭക്ഷ്യക്കിറ്റ് നൽകുന്നത്. ഒരു ഭക്ഷ്യക്കിറ്റിലുള്ള സാധനങ്ങൾ: പഞ്ചസാര 1 കിലോ, കടല 500 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, ഉഴുന്ന് 500 ഗ്രാം, തൂവരപ്പരിപ്പ് 250 ഗ്രാം, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, തേയില 100 ഗ്രാം, മുളക് പൊടി 100 ഗ്രാം, ആട്ട 1 കിലോ, മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി 100 ഗ്രാം വീതം, സോപ്പ് 2 ഉണ്ടാകും, ഉപ്പ് 1 കിലോ, കടുക് അല്ലെങ്കിൽ ഉലുവ 100 ഗ്രാം. ഇങ്ങനെയാണ് ലഭിക്കുന്നത്. ഇതിൽ 2 സോപ്പ്, ആട്ട, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇവയാണ് അധികം ലഭിക്കുന്നത്. കൂടാതെ കടല, പയർ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2ഉം ലഭിക്കും. ഇവയൊക്കെ പ്രഖ്യാപിച്ച ധനമന്ത്രി ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.